മലഡിയുടെ കിങ് എന്ന് പറയുന്ന ബാബുരാജ് ബീംപ്ലാസ് രാഗത്തിൽ എനിക്കത് ഓർമ്മ വരുന്നത് അതിൻ്റെ സിത്താറിൻ്റെ ആദ്യത്തെ സിത്താറിൻ്റെ ഒരു ബീജിയുണ്ട്. അത് ഞാനിപ്പോൾ പാടുന്നില്ല, അത് നിങ്ങൾ കേട്ടാൽ മതി. ബീംപ്ലാസ് രാഗത്തിൽ നീ സഗമ പനി സനി നബഗരി നീ പ നീ സ. തളിർമരമിളകി നിന്റെ തങ്കവള കിലുങ്ങിയല്ലോ പൂഞ്ചോലക്കടവിൽ നിന്റെ പാദസരം കുലുങ്ങിയല്ലോ പാലൊളി ചന്ദ്രികയിൽ നിന്നന്തഹാസം കണ്ടുവല്ലോ പാലൊളി ചന്ദ്രികയിൽ നിന്നന്തഹാസം കണ്ടുവല്ലോ ആതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ ആതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ. അതിൽ കമുകറ സാറൊരു പാട്ട് കൂടെ ഉണ്ട്, ഏകാന്തതയുടെ അപാരതീരുന്നു. ആ ഒരു ഭയങ്കര ഗാംഭീര്യമായിട്ടുള്ള വോയിസും ഒരു അസൽ പാട്ടായിരുന്നു അത്. ആ കാലഘട്ടങ്ങളിൽ അങ്ങനത്തെ ഒരു പാട്ട് വന്നിട്ടില്ല. അതാണ് ആ ഒരു പാട്ടിൻ്റെ പ്രത്യേകത. തലശ്ശേരി ബീച്ചിലായിരുന്നു. തലശ്ശേരിയാണ് ഞങ്ങൾ അതിൻ്റെ കാരണം. അങ്ങനെ ലൊക്കേഷൻ തേടി പോകുമ്പോഴത് ഒരു അനാഥമായിട്ടുള്ള ഒരു വീടുമായി ഒന്ന് കണ്ടു. അതാണ് ലൊക്കേഷനായിട്ട് ഫിക്സ് ചെയ്തത്. അതിൻ്റെ അത്ര കടലിനും ഒരു മതിൽ, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം. താണ്ടിയ വഴിയതീദൂരം മുന്നിൽ അജ്ഞാതമരണ കുടീരം. ഇന്നു നീ വന്നെത്തിയൊരിടമോ, ഇന്നു നീ വന്നെത്തിയൊരിടമോ. മുറപ്പൻ അതിന് എനിക്കായിരുന്നു സ്ക്രിപ്റ്റ് ചെയ്തത് കഥ. അത് പരിദേശനായ ഒരു ദിവസം വന്ന് ഒരു പാക്കറ്റ് കാണിച്ചിട്ട് ഇതൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ അതിലൊരു സുന്ദരമായിട്ടുള്ള ഒരു കഥ കിടപ്പുണ്ടായിരുന്നു. ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ച് ചെയ്ത ആദ്യത്തെ ചലച്ചിത്രമാണ് മുറപ്പെണ്ണ്. അപ്പോൾ ആ സിനിമയെക്കുറിച്ച് നമ്മൾ ഓർമ്മ വരുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലെത്തുന്ന പാട്ടാണ് കരയുന്നോ പുഴ ചിരിക്കുന്നോ എന്ന ഗാനം. നിളയുടെ സൗന്ദര്യം, ആ നിളയുമായിട്ടൊരു വേർപാടുണ്ടാകുന്ന, മനസ്സിൻ്റെ ഒരു വേർപാടുണ്ടാകുന്ന കഥാനായകൻ്റെ ആ വ്യഥകൾ ഒക്കെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഗാനരംഗമാണത്. ഈ ഗാനരംഗം അദ്ദേഹം അവിടെ വെച്ച് ചിത്രീകരിച്ചതിന് ശേഷം രസകരമായ സംഭവം, ചില രംഗങ്ങൾ അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് അദ്ദേഹം സെറ്റിട്ടിട്ട് വാഹിനി സ്റ്റുഡിയോയിലോ മറ്റെയാണ് ഇത് ചേർത്ത് എല്ലാം ശരിയാക്കിയെടുത്തത്. പക്ഷേ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകന് ഇത് സ്റ്റുഡിയോയാണോ, ഇത് ഭാരതപ്പുഴയുടെ തീരമാണോ എന്നൊന്നും കണ്ടാൽ നമുക്ക് തിരിച്ചറിയില്ല. അത്രമാത്രം ഈ ലൈറ്റിൻ്റെ സോഴ്സൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഓരോ രംഗങ്ങളും പാച്ചപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. പക്ഷേ ആ രംഗം അതിൽ നിന്നൊക്കെ അതിജീവിച്ച് അതിൻ്റെ അതൊക്കെ സാങ്കേതികമായിട്ടുള്ള കാര്യം, അതൊരു പ്രേക്ഷകൻ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മിടുക്ക്. പക്ഷേ അത് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത്
വലിയ ഒരു ഫീലോട് കൂടിയാണ്. അതിന് നമുക്ക് വർണ്ണാതീതമായിട്ടുള്ള ഒരു അനുഭവ സുഖം ആ പാട്ടിന് എപ്പോഴും ഉണ്ട്. ആക്ച്വലി ഈ സിനിമയിൽ തന്നെ രാഘവമാഷ് ചെയ്യേണ്ട സിനിമയായിരുന്നു ഈ മുറപ്പെണ്ണ് എന്നുള്ള സിനിമ. അച്ഛൻ പറയാറുണ്ടായിരുന്നു രാഘവേട്ടൻ എനിക്ക് തന്ന സിനിമയത്. അന്നൊരു ഇടയ്ക്ക് ഗവൺമെൻറ് സെർവൻസ് പുറത്ത് സിനിമ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് ഒരു കർശനമായിട്ടുള്ള നടപടി. അപ്പോൾ അത് പഠിച്ചിട്ട് രാഘവൻ മാസ്റ്റർ അച്ഛനന്ന് റിസൈൻ ചെയ്തിട്ട് മെഡ്രാസിലായിരുന്നു. അങ്ങനെ വന്ന സന്ദർഭങ്ങളിൽ ചെയ്ത പടങ്ങളാണ് ആ കാലഘട്ടങ്ങളിൽ വന്ന അച്ഛൻ ചെയ്ത പടങ്ങൾ. കരയുന്നു പുഴ ചിരിക്കുന്നു. ഇത് ഭാസ്കര മാഷം എഴുതിയത് ഞാൻ അറിഞ്ഞിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്, അദ്ദേഹം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഭാരതപ്പുഴ, ഇന്നത്തെ ഭാരതപ്പുഴയല്ല കേട്ടോ, അന്നത്തെ കുത്തി ഒഴുകുന്ന ശക്തമായി ഒഴുകുന്ന ഭാരതപ്പുഴയെ കണ്ടുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള വരിയാണത്. അത് അങ്ങനെ വന്നിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ട് വന്നിട്ടുള്ള വരികൾ എപ്പോഴും ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല. അതിന് തെളിവാണ് ഈ ഗാനം. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു, കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു.